നമസ്കാരം, എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. +1 റിസൾട്ട് വന്നു. സയൻസ് സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞ പല വിഷയങ്ങൾക്കും പലർക്കും പല രീതിയിലായിരിക്കും. എന്നാൽ പോലും ഒരു ആവറേജ്, കേരളത്തിൽ ആവറേജ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് പ്രതീക്ഷിച്ച പോലെ കിട്ടാനും മാർക്ക് കുറഞ്ഞ 2 വിഷയങ്ങൾ, ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിച്ചതാണ്, ഒന്ന് മാത്സ് ആണ്. എന്നാൽ മാത്സിന് നല്ലപോലെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പേർക്ക് മാർക്ക് കുറഞ്ഞ ഒരു വിഷയം മാത്സ് ആണ്. ഞാൻ എല്ലാ വട്ടവും +1കാരോട് പറയുന്നൊരു വിഷയമാണ്, വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ICSE CBSE ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ് വരെ നല്ല ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. അന്നേരം ഈ 2 വിഷയവും മാർക്ക് കുറഞ്ഞ 2 സബ്ജക്റ്റുകളാണ്. അന്നേരം വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ നല്ല കാര്യമായിട്ട് എടുക്കുകയും ഇമ്പ്രൂവ്മെൻറ്റ് എപ്പം നടത്തിയാലും അന്നേരം നന്നായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾക്ക്, ഏത് വിഷയങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും അത് നല്ല രീതിയിൽ ഒരു കൃത്യമായ ഒരു പഠന സ്റ്റഡി ടൈം ടേബിളിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾക്കെല്ലാം നല്ല മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാം. +2നെ അഫക്റ്റ് ചെയ്യാതെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ. അന്നേരം അതിനൊരു സ്റ്റഡി ടൈം ടേബിൾ വേണം. ഒരു ദിവസം ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പം നമ്മുടെയൊക്കെ ബാച്ചസ് ഓപ്പണാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഫ്രീ ആണ്. അന്നേരം +2ൻ്റെ കൂട്ടത്തിൽ ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ ഫ്രീ ആണ്. അന്നേരം നന്നായിട്ട് പഠിക്കുക. +2 വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. മാത്സും ഫിസിക്സൊക്കെ ഗംഭീരമായിട്ടുണ്ട്. കെമിസ്ട്രി ഫുൾ ഓർഗാനിക്കാണ്. ഫിസിക്സ് ആണെങ്കിൽ ഫുള്ള് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ഡിസൈൻ, ലൈറ്റ്, ഇങ്ങനെയുള്ള ഓപ്റ്റിക്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ. മാത്സ് ആണെങ്കിൽ ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുക. മാത്സ് ഇംഗ്ലീഷും +1കാരെ ഒന്ന് ഞെട്ടിച്ച് കളഞ്ഞു. അന്നേരം നല്ലപോലെ +2 പഠിച്ച് നല്ല മാർക്ക് കിട്ടട്ടെ. പ്രാക്ടിക്കലൊക്കെ ഇഷ്ടം പോലെ മാർക്ക് വാരി കോരാവുന്നതൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് പഠിച്ചാലേ പ്രാക്ടിക്കലൊക്കെ കിട്ടത്തുള്ളൂ. നല്ല മാർക്ക് കിട്ടട്ടെ. +2ൽ +1ൽ മാർക്ക് കുറഞ്ഞവരും +2ൽ അത് ബാലൻസ് ചെയ്ത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.